അവസാനം ട്രംപ് പുടിന്റെ കാല് പിടിച്ച് മാപ്പ് പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. കാരണം ഇങ്ങനെയാണ്, റഷ്യ മുന്നോട്ട് വെക്കുന്ന ആയുധങ്ങൾ അമേരിക്കയെ കത്തിക്കാൻ പോകുന്ന, തീ തുപ്പുന്ന അവംഗാർഡ്സ് അടക്കമുള്ള സാധനങ്ങൾ ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് ട്രംപിനെ വല്ലാതെ പ്രതിരോധത്തിലാക്കുന്നു എന്നുള്ളതാണ്. ഭൂമിയിലെ ഏത് പ്രതിരോധ കവചത്തെയും വെണ്ണീറാക്കാൻ ശേഷിയുള്ള ഒരു അഗ്നിഗോളത്തെക്കുറിച്ച് നമുക്കെപ്പോഴെങ്കിലും ആലോചിക്കുവാനോ ചിന്തിക്കുവാനോ കഴിഞ്ഞിട്ടുണ്ടോ? അതായത് ശബ്ദത്തെക്കാൾ 27 ഇരട്ടി വേഗതയിൽ, അതായത് ഒരു മൈന്യൂട്ട് സെക്കൻഡിൽ ഏകദേശം 9 കിലോമീറ്ററിലധികം ദൂരം പാഞ്ഞു ചെന്ന് ശത്രുവിനെ ചാരമാക്കുന്ന ഒരു മഹാശക്തി. അതാണ് വ്ളാഡിമിർ പുടിന്റെ റഷ്യ ആയുധപ്പുരയിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന അവംഗാർഡ്. അവംഗാർഡ് എന്ന് പറയപ്പെടുന്ന ഹൈപ്പർസോണിക് മിസൈൽ. ലോകശക്തികളെന്ന് സ്വയം അവകാശപ്പെടുന്നവർ തങ്ങളുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ച് വീരവാദം മുഴക്കുമ്പോൾ പുടിൻ തന്റെ മാന്ത്രിക പെട്ടിയിൽ നിന്ന് ഈ അദൃശ്യ ഘാതകനെ പുറത്തെടുക്കുകയാണ്. ഇത് വെറുമൊരു ആയുധമല്ല, മറിച്ച് ആഗോള യുദ്ധഭൂമിയിലെ റഷ്യയുടെ അന്തിമ വിജയത്തിന്റെ അടയാളമാണ്. തഞ്ചം നോക്കി കരുക്കൾ നീക്കുന്ന ഒരു സിംഹത്തെ പോലെ പുടിൻ കാത്തിരിക്കുന്നത് എന്തിനാണ് എന്ന് ഇപ്പോൾ ലോകത്തിന് വാസ്തവത്തിൽ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇനിയുള്ള നാളുകൾ എന്ന് പറയപ്പെടുന്നത് റഷ്യയുടേതാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഏത് വിധേനയാണോ ലോകത്തെ കാണാൻ ശ്രമിക്കുന്നത്, അത്തരത്തിൽ മാനസിക വലുപ്പത്തിലൊന്നും സഞ്ചരിക്കുവാൻ കഴിയാത്ത ഒരേ ഒരു വ്യക്തി ലോകരാജാവ് എന്നറിയപ്പെടുന്ന അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാത്രമാണ്. കാരണം റഷ്യയുടെ നീക്കങ്ങൾ, റഷ്യയുടെ യാത്രകൾ, റഷ്യയുടെ കണ്ടുപിടുത്തങ്ങൾ ഇതിനെ അംഗീകരിക്കാൻ കഴിയാതായി പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ട്രംപ് എത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം ട്രംപ് മണ്ടനാണ് എന്നുള്ളതാണ്. ട്രംപിന് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ട്രംപിന്റെ പ്രവർത്തനങ്ങൾ, ട്രംപ് മറ്റുള്ള രാജ്യങ്ങൾ, ഇപ്പോൾ ഗ്രീൻലാൻഡിനെ പിടിക്കാൻ ശ്രമിക്കുന്നു, വെനസ്വേലയെ പിടിച്ചടക്കുന്നു, ഇറാനെതിരെ വലിയ യുദ്ധം നടത്തുന്നു. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ട്രംപിനോട് ലോകരാജ്യങ്ങൾ ഒരിക്കലും യോജിച്ചു പോകാൻ ശ്രമിക്കില്ല എന്നുള്ളതാണ്. പക്ഷെ അവിടെയാണ് റഷ്യയുടെ തന്ത്രം, അല്ലെങ്കിൽ വ്ളാഡിമിർ പുടിന്റെ തന്ത്രം എന്ന് പറയുന്നത്. വ്ളാഡിമിർ പുടിൻ വളരെ കൃത്യമായിട്ടുള്ള നീക്കങ്ങളിലൂടെയാണ് ലോകത്തെ കയ്യിലെടുക്കുന്നത്. മാത്രമല്ല വളരെ കൃത്യമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ചിന്തകൾ, പ്രവർത്തികൾ, തന്ത്രങ്ങൾ, ഇവയൊക്കെ ഈ ലോകത്തെ കീഴടക്കാൻ കഴിയുകയും റഷ്യ എന്ന് പറയപ്പെടുന്ന രാജ്യം ലോകരാജ്യങ്ങളുടെ കൂട്ടിൽ 1-ാം നമ്പറിലേക്ക് എത്തും എന്നുള്ള തരത്തിലേക്കും പ്രവർത്തിക്കാൻ അദ്ദേഹം തയ്യാറാവുകയാണ്. അങ്ങനെ എത്തിക്കുവാൻ അദ്ദേഹം തയ്യാറാവുകയാണ്. പക്ഷെ അവിടെയാണ് അമേരിക്കയുടെ കാലിടറിപ്പോകുന്നത്. അപ്പോൾ അവിടെയാണ് ഞാൻ ഈ അവംഗാർഡിനെ കുറിച്ച് പറഞ്ഞത്. എന്താണ് അവംഗാർഡിനെ ഇത്ര ഭീകരനാക്കുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ പ്രഹരശേഷിയെക്കുറിച്ച്, വേഗതയെക്കുറിച്ച്, സാങ്കേതിക വിദ്യയെക്കുറിച്ച്? ഏതൊരു ശത്രുവിനെയും മുട്ടുകുത്തിക്കുവാൻ പോരുന്ന ഒന്നാണ് ഈ അവംഗാർഡ് എന്ന് പറയപ്പെടുന്ന സൂപ്പർസോണിക്. അപ്പോൾ ആ മിസൈൽ, ഹൈപ്പർസോണിക് മിസൈൽ എന്ന് പറയപ്പെടുന്നത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ചാരമായി മാറുന്ന തരത്തിലേക്ക് എത്തപ്പെടും മറ്റു രാജ്യങ്ങളിൽ. ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളിൽ ഘടിപ്പിക്കാവുന്ന ഇത് അന്തരീക്ഷത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആർക്കും പ്രവചിക്കാനാവാത്ത രീതിയിൽ സഞ്ചാരപഥം തന്നെ മാറ്റാൻ കഴിയുന്ന ഒന്നാണ് എന്നുള്ളതാണ്. അമേരിക്കയുടെ കോടികൾ വിലമതിക്കുന്ന മിസൈൽ ഡിഫൻസ് സിസ്റ്റങ്ങൾക്ക് ഇതിനെ തൊടാൻ പോലും കഴിയില്ല എന്നുള്ളതാണ്. കാരണം അവംഗാർഡ് വരുന്നത് ഏത് ദിശയിൽ നിന്നാണെന്നോ അത് എപ്പോഴാണെന്നോ തിരിച്ചറിയാൻ ഒരു റഡാറിന് പോലും സാധിക്കില്ല എന്നുള്ളതാണ്. 2000 ഡിഗ്രി സെൽഷ്യസ് ചൂടിനെ പോലും അതിജീവിക്കുവാൻ ശേഷിയുള്ള ഈ മിസൈൽ ഒരു ഉൽക്കാപാതം പോലെ ശത്രു ലക്ഷ്യത്തിന് മേൽ പതിക്കുമ്പോൾ അവിടെ ബാക്കിയാവുക വെറും ചാരം മാത്രമായിരിക്കും. കത്തിച്ച് ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് ചാരമായി മാറുന്ന ഒരു പ്രക്രിയയിലേക്ക് തീരുന്ന ഒരവസ്ഥ. ഇത്രയധികം മാരകായുധങ്ങൾ കയ്യിലുണ്ടായിട്ടും റഷ്യ എന്തുകൊണ്ട് പെട്ടെന്ന് യുദ്ധത്തിലേക്ക് എടുത്തു ചാടുന്നില്ല എന്ന ചോദ്യം പലരും ഉയർത്താറുണ്ട്. അവിടെയാണ് പുടിൻ എന്ന മഹാതന്ത്രശാലിയുടെ വിജയം ഇരിക്കുന്നത്. വെറുതെ ചാടിപ്പുറപ്പെട്ട് വെടിയുണ്ടകൾ പാഴാക്കുന്നവരല്ല റഷ്യക്കാർ. ഒരു യുദ്ധം എന്ന് പറയപ്പെടുന്നത്, അല്ലെങ്കിൽ ഒരു യുദ്ധത്തിലേക്ക് നയിക്കുന്നത് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി അളന്ന് മുറിച്ച് കൃത്യമായിട്ടുള്ള കണക്കുകൂട്ടലുകൾ കൂടി ചെയ്യേണ്ടതാണ്. അല്ലാതെ എടുത്തു ചാടി ചെയ്യുന്ന ഒരു പ്രക്രിയയല്ല എന്നാണ് പുടിന്റെ വാദം. അമേരിക്കയും ട്രംപും ഒക്കെ നടപ്പിലാക്കുന്നത് വളരെ പെട്ടെന്ന്, അതായത് ട്രംപാണ്, അമേരിക്കയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ട്രംപിന്റെ പ്രവർത്തനങ്ങളാണ് ആ രാജ്യത്തെ തന്നെ ഇല്ലാതാക്കുന്നത്. ട്രംപിന് വിഡ്ഢികളുടെ സ്വർഗത്തിൽ ജീവിക്കുന്ന നേതാവാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ള ആ നേതാവ് നടത്തുന്ന പ്രവർത്തനങ്ങൾ, പ്രക്രിയകൾ ഒരു രാജ്യത്തെ ഇല്ലാതാക്കുന്നു. മാത്രമല്ല വരുന്ന കാലത്ത് വലിയ യുദ്ധത്തിലേക്ക്, ലോകമഹായുദ്ധത്തിലേക്ക് തന്നെ കൊണ്ടെത്തിക്കപ്പെടുന്ന തരത്തിലേക്ക് ട്രംപിന്റെ പ്രവർത്തനങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. അവിടെയാണ് വ്ളാഡിമിർ പുടിന്റെ പ്രത്യേകത. അദ്ദേഹത്തിന്റെ തന്ത്രങ്ങൾ എത്രത്തോളം കൃത്യമായിട്ടാണ് അദ്ദേഹം ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നതാണ്.
ഓരോ നീക്കവും അളന്നു മുറിച്ച് കൃത്യമായ കണക്കുകൂട്ടലുകളോടെയാണ് പുടിൻ നടത്തുന്നത്. ശത്രുവിനെ എല്ലാ വശങ്ങളിൽ നിന്നും തളർത്തി അവരുടെ ആയുധശേഖരം ഒഴിഞ്ഞുവെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അതിനുശേഷം മാത്രമായിരിക്കും അന്തിമ പ്രഹരം ഏൽപ്പിക്കുക എന്നതാണ് പുടിന്റെ നയം. റഷ്യയുടെ ഈ സംയമനത്തെ പലരും ദൗർബല്യമായി കാണുന്നുണ്ട് എങ്കിൽ അവർക്ക് തെറ്റി. വൈകി വന്നാലും വളരെ ലേറ്റസ്റ്റ് ആയി വന്ന് കളി മാറ്റുന്നവനാണ് യഥാർത്ഥ പോരാളി എന്ന് പുടിൻ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നതാണ് യഥാർത്ഥത്തിൽ വസ്തുത എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പുടിൻ അനങ്ങാറില്ല. പുടിനെ ഏത് തരത്തിൽ എവിടുന്നൊക്കെ അടി വന്നാലും പുടിൻ ഒരു തരത്തിലുള്ള ഇളക്കവും സംഭവിക്കാറില്ല. മനുഷ്യരെക്കാൾ കൂടുതൽ മഞ്ഞുപാളികളുള്ള ആ മണ്ണിൽ വൻശക്തികൾ എന്തിനാണ് വെടിമരുന്ന് നിറയ്ക്കുന്നത് എന്നൊരു ചോദ്യം ഉണ്ടാകും. ഒരു വലിയ കൊടുങ്കാറ്റിന് മുൻപുള്ള നിശബ്ദതയിലാണ് ഗ്രീൻലാൻഡ് അടക്കമുള്ള രാജ്യങ്ങൾ എന്ന് പറയുന്നത്. ആ രാജ്യത്തെക്കുറിച്ച് അമേരിക്ക എന്തിനാണ് ഇങ്ങനെ ചിന്തിക്കുന്നത് എന്നതാണ്. സ്വന്തം രാജ്യത്തിനോട് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു രാജ്യത്തെ തകർക്കുക, അവരെ പിടിച്ചടക്കുക. ഈ ഒരു ലക്ഷ്യം വെനിസ്വേലയിലും ഗ്രീൻലാൻഡിലും ഇറാനിലും ഒക്കെ നടത്താൻ ശ്രമിക്കുന്ന ട്രംപിന് തിരിച്ചടിയാകാൻ പോകുന്നത് എപ്പോഴെങ്കിലും റഷ്യയോട് കൈകോർക്കുമ്പോൾ മാത്രമായിരിക്കും. റഷ്യയുടെ ആയുധപ്പുരയിൽ അവംഗാർഡിനെ പോലെ നൂറുകണക്കിന് രഹസ്യങ്ങൾ ഇനിയും ഒളിഞ്ഞിരിപ്പുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അവയൊക്കെ എപ്പോൾ പുറത്തെടുക്കണമെന്ന് പുടിന് കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം. അമേരിക്കയും നാറ്റോയും തങ്ങളുടെ വിഭവങ്ങൾ ചെലവഴിച്ച് തളരുമ്പോൾ പുതിയൊരു ലോകക്രമം കെട്ടിപ്പടുക്കുവാൻ റഷ്യ തയ്യാറെടുക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യുദ്ധക്കളത്തിൽ ആദ്യം വെടിയുതിർക്കുന്നവനല്ല, മറിച്ച് അവസാന വെടിയുതിർക്കുന്നവനാണ് യഥാർത്ഥ വിജയി എന്നുള്ളതാണ്. സമാധാനത്തിന്റെ പുഞ്ചിരി തൂകുമ്പോഴും പുടിന്റെ കണ്ണുകളിൽ കത്തുന്ന ആ നിശ്ചയദാർഢ്യം ശത്രുക്കൾക്ക് എന്നും ഒരു പേടി സ്വപ്നമാകാൻ കാരണവും ഇത് തന്നെയാണ് ട്രംപിനെയും തളർത്തുന്നത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാമല്ലോ, വളരെ പെട്ടെന്ന് പിടിച്ചെടുക്കപ്പെട്ട റഷ്യയുടെ 2 തൊഴിലാളികളെയും വിട്ടുകൊടുക്കുവാൻ തയ്യാറായത് പോലും റഷ്യ അടുത്ത നീക്കം എന്താണ് എന്ന് അമേരിക്കയ്ക്ക് അറിയാൻ കഴിയാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ പുടിന്റെ നീക്കം എന്താണ് എന്ന് ട്രംപിന് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ട് പുടിന്റെ കാല് പിടിക്കുവാൻ തയ്യാറാണ് ട്രംപ് എന്നുള്ള കാര്യത്തിൽ അവിടെ തർക്കമില്ല. അപ്പോൾ ആയുധങ്ങളുടെ ശക്തിയേക്കാൾ ഒരു പടി മുന്നിലാണ് പുടിന്റെ ബുദ്ധിശക്തി എന്ന് പറയുന്നത്. അവിടെയാണ് പുടിനും ട്രംപും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. മണ്ടനായ ട്രംപും ബുദ്ധിമാനായ പുടിനും തമ്മിലുള്ള വലിയ അന്തരം. അവംഗാർഡ് എന്ന അഗ്നിബാണം അഥവാ തീത്തുപ്പുന്ന അസ്ത്രം റഷ്യയുടെ കയ്യിലുള്ളപ്പോൾ ആഗോള രാഷ്ട്രീയത്തിലെ ചതുരംഗക്കളത്തിൽ ഇറങ്ങിയാൽ പിന്നെ പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ വീരവാദങ്ങൾ അവംഗാർഡിന്റെ തീജ്വാലകളിൽ എരിഞ്ഞടങ്ങാൻ പോകുന്ന കാഴ്ചയ്ക്കാണ് ഇനി ലോകം സാക്ഷ്യം വഹിക്കാൻ പോവുക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ വൈകി വരുന്ന റഷ്യയുടെ ഈ പ്രഹരം എന്ന് പറയപ്പെടുന്നത് ഏറ്റവും മാരകമായിരിക്കും എന്നതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ട്രംപ് കാല് പിടിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ജീവച്ഛകമാകും എന്നുള്ള കാര്യം ഉറപ്പല്ലേ? അമേരിക്ക ചാരമാകുമെന്നും വളരെ കൃത്യമായി നമുക്ക് പറയാൻ കഴിയില്ലേ? അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്, പുടിന്റെ കാല് പിടിച്ച് കരയേണ്ട സ്ഥിതിവിശേഷത്തിലേക്ക് എന്തുകൊണ്ട് ട്രംപ് എത്തുന്നു? അമേരിക്കയെ കത്തിക്കാൻ പോരുന്ന അല്ലെങ്കിൽ തീ തുപ്പുന്ന തരത്തിലുള്ള അമ്പുകൾ, ബാണങ്ങൾ കൈവശമുള്ള റഷ്യയെ തകർക്കാൻ, അവംഗാർഡ് പോലുള്ള ഹൈപ്പർസോണിക് മിസൈലുകളെ തകർക്കാൻ ഉള്ള ശേഷി അമേരിക്കയ്ക്കോ ട്രംപിനോ ഇല്ല എന്നുള്ളിടത്താണ് ട്രംപ് തകർന്ന് തരിപ്പണമായി പോകുന്നത്. അതുകൊണ്ട് പുടിന്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞ് ട്രംപ് മുന്നോട്ട് പോകുന്നത് ജീവിക്കാൻ വേണ്ടി തന്നെയാണ്. കാരണം അമേരിക്കയെ ഇനി കത്തിക്കരുത് എന്ന് പറയപ്പെടുന്ന തരത്തിലുള്ള മാപ്പ് പറഞ്ഞാണ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നോട്ടുള്ള യാത്ര എന്ന് പറയുന്നത്. വല്ലാതെ ഭയക്കുന്നുണ്ട് റഷ്യയെയും ഒപ്പം തന്നെ വ്ളാഡിമിർ പുടിനെയും.